വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫുമായിട്ട് നമ്മൾ കൂട്ടിക്കുഴക്കരുത്. അത് നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എങ്ങനെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ നടന്നാലും പല കാര്യങ്ങളും പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്നത് പേഴ്സണൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് റിലേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ റൈസ് ചെയ്യും. സോ ഈ ബിയോണ്ട് ദ ബാർ എന്ന് പറയുന്ന വർക്ക് പ്ലേസ് ലീഗൽ ഡ്രാമ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആവുന്നത് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള പല പല മൊമെന്റ്സ് ഈ ഒരു സീരീസ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. വർക്ക് പ്ലേസിലെ ഗോസിപ്സിന്റെ ഒരു പരിപാടിയാണ്. ഇവിടെ വെച്ച് കണ്ടായിരുന്നു, ഇവിടെ വെച്ച് കണ്ടായിരുന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. നമ്മളും അതിൽ ഉൾപ്പെടുന്ന ആളുകളാവാം, അല്ലാതാവാം. സോ ഇവിടെ വരുന്നത് ഒരു വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ലോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമിൽ നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇതിലെ ചില സീക്വൻസസ് ഒക്കെ അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് റിഫ്ലക്ട് ചെയ്യുന്ന സംഭവങ്ങൾ. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അറ്റോർണി ആയിട്ടുള്ള ഇതിലെ കഥാപാത്രം. സോ ആ ഒരു കഥാപാത്രവും ഈ ഒരു ഇന്റേണും തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ അറ്റോർണി ഇന്റേൺ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇതിലെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് വരുന്നുണ്ട്. ഒരു ജലസി ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ. സോ അങ്ങനെ പോകുന്ന ഒരു സൈഡിലോട്ടും കൂടി ഈ ഒരു സീരീസ് പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇവയുടെ പേഴ്സണൽ ലൈഫ്, ഗോസിപ്സ് രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഈ സീരീസിൽ വരുന്നുണ്ട്. അതൊക്കെ സീരീസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സീരീസിന്റെ പ്രത്യേകത. അതിലെ കുറേ മൊമെന്റ്സ്, അതായത് ഇപ്പോൾ ഒരു കർച്ചീഫിന്റെ സംഭവമൊക്കെ വരുന്നുണ്ട്, പിന്നെ അല്ലാതെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടി കുറേ മൊമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള പല പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ട് റിച്ച് ആണ് ബിയോണ്ട് ദ ബാർ. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.